എല്ലാ ക്ലിപ്പുകളും എടുത്ത ശേഷം എഡിറ്റ് ചെയ്ത് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന കണ്ടൻറ്റിൻ്റെ പ്രധാന ഭാഗങ്ങൾ, അതായത് ഹൈലൈറ്റ്സ്, ഒരു 1 സെക്കൻഡ് 2 സെക്കൻഡിനുള്ളിൽ ബ്യൂട്ടിഫുള്ളായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ചെറിയ ക്ലിപ്പിനെയാണ് ബി റോൾ എന്ന് പറയുന്നത്. ബി റോൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ക്യാമറയുടെ മൂവ്മെൻറ്റ്സ്, ക്രെയിൻ മൂവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ മുമ്പോട്ടും പുറമോട്ടുള്ള മൂവ്മെൻറ്റ്സ്, സ്പീഡ് റാമ്പിങ്, ഫോക്കസ് മാനിപ്പുലേഷൻസ്, അങ്ങനെ പലതരത്തിലുള്ള, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങിനകത്ത് ക്യാമറ പിക്ചർ മൂവ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള പല ഫെസിലിറ്റീസ് ഉപയോഗിച്ചിട്ട് വളരെ ഷോർട്ടായിട്ടുള്ള ക്ലിപ്പുകൾ മിക്സ് ചെയ്ത് 1 സെക്കൻഡ് 2 സെക്കൻഡ്സിനുള്ളിൽ വ്യൂവേഴ്സിന് ഈ വരാൻ പോകുന്ന വീഡിയോയുടെ ഈ ഹൈലൈറ്റ്സ് കാണിക്കുന്ന ഒരു ചെറിയ ക്ലിപ്പിനെയാണ് ബി റോൾ എന്ന് പറയുന്നത്. ബി റോൾ നമ്മളെപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ക്ലിപ്പുകളൊക്കെ എടുക്കുന്ന സമയങ്ങളിൽ, വീഡിയോ ക്ലിപ്സൊക്കെ എടുക്കുന്ന സമയത്ത് ചെറിയ ഷോട്ടുകൾ അതിൽ ഉൾപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ ചെറിയ ഫോട്ടോസും ഒക്കെ ഉൾപ്പെടുത്തിയാൽ നമുക്കത് ബി റോളിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എടുത്തതായിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ കമ്പോസ് ചെയ്തതായിട്ടുള്ള ഒരു ബി റോളിനെ കുറിച്ച് നിങ്ങളെ കാണിക്കാം. ഫസ്റ്റ്, ഒരു ചെറിയ ഒരു ആക്ഷൻ പോയിൻ്റ്, അതായത് ഔട്ട് ഓഫ് ഫോക്കസിൽ നിന്ന് ഫോക്കസിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ്. അത് നമുക്ക് മാനുവലിലാണ് ഷൂട്ട് ചെയ്യേണ്ടത്. മാനുവലിൽ ആദ്യം ഫോക്കസ് ചെയ്ത ശേഷം ആ പർട്ടിക്കുലർ പൊസിഷനിൽ ഫോക്കസ് ചെയ്ത ശേഷം ആ പൊസിഷനിൽ നിന്ന് ആ സബ്ജക്റ്റിനെ മാറ്റിയിട്ട് ആ സബ്ജക്റ്റ് അതിലേക്ക് വരുമ്പോൾ ഔട്ട് ഓഫ് ഫോക്കസിൽ നിന്ന് ഫോക്കസിലേക്ക് വരുന്ന പോലെയുള്ള ഒരു പ്രതീതി ഉണ്ടാക്കും. അങ്ങനെ നമുക്കൊരു ചെറിയ ക്ലിപ്പ് എടുക്കാം. അത് യു ക്യാൻ സീ ഇൻ ദിസ് വീഡിയോ. റിവേഴ്സ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം കുറച്ച് ലീവ്സ് ഒക്കെ നമ്മളിങ്ങനെ വലിച്ചു മേളോട്ട് എറിഞ്ഞിട്ട് അത് ഫോൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് നമ്മളുടെ ഷട്ടർ സ്പീഡ് കൂടുതലായി വെച്ചിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം. അതിനുശേഷം അത് വളരെ സ്ലോ സ്പീഡിൽ ടൈം ഇൻവേഴ്സിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ടൈം ഇൻവേഴ്സ് ഉപയോഗിച്ചിട്ട് അത് നേരെ ഓപ്പോസിറ്റ് ആക്കി കഴിഞ്ഞാൽ അത് നല്ല ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഇലകളൊക്കെ ആക്ച്വലി സബ്ജക്റ്റിനെ പൊതിയുന്ന പോലെ ഉള്ള ഒരു ഫീലിംഗ് കൊണ്ടുവരാനായിട്ട് അത് കുറച്ച് സ്ലോ മോഷനിലാവുമ്പോൾ നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യും. 1-2 കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മൾ ഹയർ ഫ്രെയിമിൽ ഷൂട്ട് ചെയ്യുക, 60 ഫ്രെയിംസോ 120 ഫ്രെയിംസിലോ ഷൂട്ട് ചെയ്ത ശേഷം ഹൈ ഷട്ടർ സ്പീഡിലും നമ്മൾ ഷൂട്ട് ചെയ്യാം. ഇങ്ങനെ ഷൂട്ട് ചെയ്ത ശേഷമാണ് നമ്മൾ സ്പീഡ് റാമ്പിങ് ഉപയോഗിച്ചിട്ട് സ്ലോയിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഈ എല്ലാ സോഫ്റ്റ്വെയറിലും ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്, ടൈം ഇൻവേഴ്സ് ആയിട്ടുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. ഈ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് നേരെ ഓപ്പോസിറ്റ്, അതായത് നേരത്തെ ഇൻസ്റ്റെഡ് ഓഫ് ഫോർവേഡ് ഇറ്റ് ക്യാൻ ബി പുട്ട് ടു ബാക്ക്വേർഡ്. അപ്പോൾ ഇറ്റ് വിൽ ഗിവ് എ വെരി നൈസ് ഫീലിംഗ്. യു ക്യാൻ സീ ദിസ്. 3, ദ തേർഡ് വൺ, അതായത് ചില ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമ്മൾ എടുത്ത ശേഷം അത് സ്ലോ മോഷനിലേക്ക് നമ്മൾ ചെറിയൊരു ക്ലിപ്പായിട്ട്, അതും നമ്മൾ ഈ ഹയർ ഫ്രെയിമിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഷൂട്ട് ചെയ്തെങ്കിൽ മാത്രമേ സ്ലോ മോഷൻ, നല്ല ബട്ടറി സ്മൂത്തായിട്ടുള്ള സ്ലോ മോഷൻ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. 4, ഇത് ഫോർത്ത് വൺ, അതായത് നിങ്ങൾ 2-3 തരം ഷോട്ടുകൾ എടുക്കുക. മീഡിയം ഷോട്ട്, ക്ലോസപ്പ് ഷോട്ട്, ലോങ് ഷോട്ട്, ഇങ്ങനെ അത് വളരെ ചെറിയ ഡ്യൂറേഷനിൽ എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ അല്ലെന്നുണ്ടെങ്കിൽ വ്യൂവേഴ്സിന് ഏത് സിറ്റുവേഷനാണോ അതിനെക്കുറിച്ചുള്ള ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവ് വേഗം ലഭിക്കാനായിട്ട് ഈ 3 ഷോട്ടുകൾ സഹായിക്കും. ഒരു ലോങ് ഷോട്ട്, അത് കഴിഞ്ഞ് ഒരു മീഡിയം ഷോട്ട്, ഒരു ക്ലോസപ്പ് ഷോട്ട്. ഇത് 3ഉം മിക്സ് ചെയ്യുമ്പം തീർച്ചയായിട്ടും അവർ ആ സ്ഥലത്ത് അല്ലെങ്കിൽ എന്താണ് കാണിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവ് ഡെഫിനറ്റ്ലി ദേ വിൽ ഗെറ്റ് ഇറ്റ്. നമ്പർ 5, ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പീച്ചോ ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ഹൈലൈറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസ്, അവരുടെ തന്നെയായിട്ടുള്ള സെൻറ്റൻസ് ക്യാച്ച് ചെയ്ത് പറയുന്നതും അല്ലെങ്കിൽ ആ ഇമോഷൻസ് കാണിക്കുന്നതും നന്നായിരിക്കും. അത് ഈ വോയിസ് സാമ്പിൾസ്, ചെറിയ സാമ്പിൾസ്, ബട്ട് യു ഷുഡ് ക്യാച്ച് ദാറ്റ് പർട്ടിക്കുലർ വേർഡ് ഓർ എ സെൻറ്റൻസ്. അത് നമ്മൾ ഈ ബി റോളിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോയുടെ പ്രസക്തിയെക്കുറിച്ച് കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഐഡിയ ലഭിക്കാനായിട്ട് സാധിക്കും.
Every time that I tried to introduce myself was broken. My aim was for something bigger, and the end result is quite positive. അതെ, നമ്പർ 6, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സീനുകളോ അതിൻ്റെ ഫോട്ടോഗ്രാഫ്സോ ഒക്കെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. ഈ ബി റോൾ എന്ന് പറയുന്നത് കൂടുതലും ഒരു ക്രിയേറ്റീവ് ആക്ടിവിറ്റിയാണ്. ഇറ്റ് ഈസ് ഓൾ ലെഫ്റ്റ് ടു ദി ഫോട്ടോഗ്രാഫർ ഹൗ യു ക്യാൻ ക്രിയേറ്റീവ്ലി give a glimpse of the entire video to the viewers. അതാണ് ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ബി റോൾ 2 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന്, നമുക്ക് ഈ ബി റോൾ ഒരു ലോഗോ റിവീൽ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് ബി റോളും അതിൻ്റെ ഇൻട്രൊഡക്ഷനും ചേർന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിനെ കുറിച്ചോ നിങ്ങളുടെ സ്റ്റുഡിയോയെക്കുറിച്ചോ പ്രസൻറ്റ് ചെയ്യുന്നതായിട്ടുള്ള സമയത്തും യൂസ് ചെയ്യാം. അതല്ല, ഇൻ ബിറ്റ്വീൻ ആയിട്ടും നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ ട്രാൻസിഷൻ പോലെയും യൂസ് ചെയ്യാവുന്നതാണ്. പല രീതിയിൽ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ ലെഫ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് ഓൾ ലെഫ്റ്റ് യുവർ ഇമാജിനേഷൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി.